കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുമ്പോൾ അയ്യോ CPM അങ്ങ് തോറ്റു, കർണാടകത്തിൽ കോൺഗ്രസ് തോറ്റോ ജയിച്ചോ? സൂക്ഷിച്ച് സംസാരിക്കണം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഒരുമിച്ച് നിൽക്കുന്ന ഡൽഹിയിൽ ഒരു തരംഗവും ഇല്ല. ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് നിലയ്ക്ക് ദേശീയമായിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ എഡ്ജ് ഉണ്ടായി. തനിക്കെന്താണ് ഇത്ര വലിയ കലിപ്പ്? നീയേ വെറും ബ്രിട്ടാസായ മതി, ബ്രിട്ടീഷ് ആവണ്ട കേട്ടോ. അത് ഞങ്ങൾ സത്യസന്ധമായിട്ട് തുറന്നു പറയല്ലേ ചെയ്യുന്നത്. അത് ഞങ്ങളുടെ സത്യസന്ധതയല്ലേ പറയാൻ കാരണം, നിങ്ങളെ കൂട്ടിയാണ് മോദിയെ തോപ്പിക്കാൻ പോണെങ്കിൽ മോദി തോക്കുകയല്ല, മോദി ശക്തിപ്പെടുക ചെയ്യുക. ഇതേതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ സൂന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. കാര്യം, കേരളത്തിലെ LDF സർക്കാരിനേക്കാൾ മികച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ നിങ്ങൾ കാണിച്ചു തരണം. വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളയും രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എല്ലാവരും വിചാരിച്ചത് ഈ മുഖ്യമന്ത്രിയുടെ ശൈലിയുടെ മാത്രം പ്രശ്നം കൊണ്ടാണ് ഇവരുടെ തോൽവി എന്നുള്ളതൊക്കെ ആയിരുന്നു പൊതുവിലുള്ള ആളുകളുടെ ഒരു. നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ട് ഞാൻ പോണുണ്ട്. ഈ പാർട്ടി ഇതുപോലെ ആക്കുന്നതിനും വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം. അത് ശരിയാ. ഇവരുടെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ പറ്റി എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി. നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. വാദം ഇൻട്രസ്റ്റിംഗ് ആണ്. SNDPയുടെ വോട്ടും ക്രൈസ്തവ വോട്ടും മുസ്ലിം വോട്ടുകളൊക്കെ ചോർന്നു പോയി, അതുകൊണ്ടാണ് ഇവര് തോറ്റത് എന്ന് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അതിന്റെ അർത്ഥം എന്താ? ഇവരൊക്കെ ജയിക്കുന്നത് ഈ പറഞ്ഞ സാമുദായിക സംഘടനകളുടെയും മതസംഘടനകളുടെയും വോട്ട് ഏകോപിപ്പിച്ചുകൊണ്ടാണോ? ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് വന്നിരുന്നു പറയാ, ഈ ജാതിമത സംഘടനകളുടെ വോട്ട് ഒന്നിച്ചൊഴുകിപ്പോയത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. വോട്ട് കിട്ടുന്ന രീതിയിൽ CPMന്റെ ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് എത്തുന്നത് കോൺഗ്രസിന്റെ കരുണാകടാക്ഷം കൊണ്ടാണ്. നിങ്ങൾ ഈ തരംഗം ഉണ്ടാക്കാൻ ശേഷിയുള്ള ആ കാരണഭൂതൻ വിശ്രമ ജീവിതത്തിന് വേണ്ടി വിദേശത്തേക്ക് പോയെന്തിനാ? ഈ തരംഗം ഉണ്ടാക്കാൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ CPMനും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാമായിരുന്നു. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. പുലയാടി മോനെ, ഇങ്ങനെ തന്നെ പോകണമെന്നാ ഞങ്ങൾ പറയുന്നത്. കാരണം ഇതിന്റെ കാരണം കണ്ടുപിടിക്കാൻ കാരണഭൂതന് പോലും പറ്റാത്ത ഒരു കാലത്ത് ഇങ്ങനെ തന്നെ പോകണം. അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ.